യഥോധർമ്മ സ്തതോ ജയ. ഭക്തസജ്ജനങ്ങളെ പ്രണാമം. തുടർന്ന് വരുന്ന മഹാഭാരത കഥകളിൽ കഴിഞ്ഞ ഭാഗത്ത് ഞാൻ പറഞ്ഞ കഥയുടെ അന്തസത്ത എന്താണെന്ന് നോക്കിയാൽ, കൃഷ്ണൻ്റെ സഹായത്തോടുകൂടി അർജുനൻ സുഭദ്രയെ കല്യാണം കഴിച്ച് ഇന്ദ്രപ്രസ്ഥ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകുന്നതും, വിവരമറിഞ്ഞ് കോപിഷ്ഠനാകുന്ന ബലരാമനെ കൃഷ്ണൻ ശാന്തനാക്കുന്നതും, കൃഷ്ണനും ബലരാമനും യാദവരും ചേർന്ന് ഇന്ദ്രപ്രസ്ഥ കൊട്ടാരത്തിലേക്ക് സുഭദ്രയെയും പാണ്ഡവരെയും കാണുന്നതിലേക്ക് വേണ്ടി ഉപഹാരങ്ങളുമായി പോകുന്നതും, നാളുകൾക്ക് ശേഷം സുഭദ്ര അഭിമന്യുവിന് ജന്മം നൽകുന്നതും, പാഞ്ചാലി 5 വർഷങ്ങളിലായി 5 പുത്രന്മാർക്ക് ജന്മം നൽകുന്നതുമായ കഥ ആണ് കഴിഞ്ഞ ഭാഗത്ത് പ്രധാനമായും പറഞ്ഞത്. തുടർന്ന് ഒരു നാൾ കൃഷ്ണനും അർജുനനും തൻ്റെ പരിവാരങ്ങളോടൊപ്പം യമുനാ നദിയുടെ തീരത്ത് വിശ്രമിക്കുന്നതിനും വിനോദത്തിനും വേണ്ടി പോവുകയും, യമുനാ പുളിനങ്ങളിൽ അതിവിശാലമായി ചുറ്റിക്കറങ്ങി കാഴ്ച കണ്ട് വിനോദിച്ചതിന് ശേഷം 2 പീഠങ്ങളിട്ട് അർജുനനും കൃഷ്ണനും അവിടെ ഇരിക്കുകയും, ഈ സമയത്ത് അവരുടെ മുന്നിലേക്ക് അതികായനായ ഒരു ബ്രാഹ്മണൻ കടന്നു വരികയും, അതിതേജസ്വിയായ ആ ബ്രാഹ്മണൻ്റെ തലകൾ ജടപിടിച്ചതും താടി നരച്ചതും ആയി കാണപ്പെട്ടു. അദ്ദേഹം അടുത്ത് വന്നത് കണ്ട ഉടനെ കൃഷ്ണാർജുനന്മാർ എഴുന്നേറ്റ് ആദരിച്ച് നിർത്തുകയും, ഈ സമയത്ത് കടന്നു വന്ന ബ്രാഹ്മണൻ കൃഷ്ണാർജുനന്മാരോടായി ഇപ്രകാരം പറഞ്ഞു: ഞാൻ നല്ലവണ്ണം വിശന്നു വരുന്നവനാണ്, അധികം ഭക്ഷണം കഴിക്കുന്ന വ്യക്തിയുമാണ്. എന്നെ ഭക്ഷണം കഴിച്ച് ഒന്ന് തൃപ്തനാക്കാമോ എന്ന് കൃഷ്ണാർജുനന്മാരോട് ആ ബ്രാഹ്മണൻ ചോദിക്കുകയും, ഇത് കേട്ട് കഴിഞ്ഞ ഉടൻ തന്നെ അർജുനൻ തിരിച്ച് അങ്ങേക്ക് ഭക്ഷണത്തിനായി എന്താണ് ആവശ്യമെന്ന് അരുളി ചെയ്താലും അത് എത്തിച്ചു തരാൻ ശ്രമിക്കാം എന്ന് പറയുകയും ചെയ്തു. ഭക്ഷണം എത്തിച്ചു കൊടുക്കാമെന്ന് ഉറപ്പ് കിട്ടിയ ആ ബ്രാഹ്മണ ശ്രേഷ്ഠൻ അർജുനനോടും കൃഷ്ണനോടും ഇപ്രകാരം തിരിച്ചു പറഞ്ഞു: ഞാൻ സാക്ഷാൽ അഗ്നിദേവനാണ്. എനിക്ക് ഭക്ഷണമായി വേണ്ടത് ഈ കാണുന്ന ഖാണ്ഡവ വനത്തെയാണ്. ആ ഖാണ്ഡവ വനം ഭക്ഷിക്കുന്നതിന് നിങ്ങളുടെ സഹായം എനിക്ക് ആവശ്യമാണ്. ഞാൻ മുൻകാലങ്ങളിൽ പലതവണ ആ ഖാണ്ഡവ വനത്തെ ഭക്ഷിക്കാൻ ശ്രമം നടത്തിയിട്ടുണ്ട്. അപ്പോഴൊക്കെ എന്നെ അതിൽ നിന്ന് തടസ്സപ്പെടുത്തിയത് ഇന്ദ്രദേവനായിരുന്നു. കാരണം ഇന്ദ്രൻ്റെ സംരക്ഷണയിലാണ് ഈ ഖാണ്ഡവ വനം. അതിന് കാരണം ഈ ഖാണ്ഡവ വനത്തിലാണ് തക്ഷകൻ താമസിക്കുന്നത്. തക്ഷകൻ ഇന്ദ്രൻ്റെ സുഹൃത്താണ്. ഇന്ദ്രൻ്റെ സുഹൃത്തായതിനാൽ തക്ഷകനെ സംരക്ഷിക്കേണ്ട ബാധ്യത ഇന്ദ്രൻ ഏറ്റെടുത്തിരിക്കുന്നതിനാൽ പലതവണ ഈ ഖാണ്ഡവ വനത്തെ ഭക്ഷിക്കാൻ ഞാൻ ശ്രമിച്ചപ്പോഴൊക്കെ ഇന്ദ്രൻ ഉടൻ തന്നെ മഴ പെയ്യിച്ച് എന്നെ അവിടുന്ന് ഓട്ടിക്കുക പതിവായിരുന്നു. അങ്ങനെ നിങ്ങളുടെ സഹായത്തോടെ എനിക്ക് ഈ ഖാണ്ഡവ വനം ഭക്ഷിച്ചേ തീരൂ. ഇപ്പോൾ നിങ്ങളുടെ സഹായത്തോടു കൂടെ എനിക്കിത് ഭക്ഷിക്കാൻ കഴിയുമെന്ന് ബ്രഹ്മദേവൻ എന്നെ അറിയിച്ചത് പ്രകാരമാണ് ഞാനിവിടെ എത്തിയത്. ഇത് കേട്ട് കഴിഞ്ഞ കൃഷ്ണാർജുനന്മാർ, ബ്രഹ്മദേവൻ നമ്മുടെ സഹായം അഭ്യർത്ഥിക്കുന്നതിലേക്ക് വേണ്ടി അങ്ങയെ ഇങ്ങോട്ട് പറഞ്ഞയച്ചു വന്നു, അതിനെന്തെങ്കിലും കാരണമുണ്ടാകുമല്ലോ. ഈ ഖാണ്ഡവ വനത്തെ ഭക്ഷിക്കാൻ അങ്ങ് ശ്രമിക്കുമ്പോൾ അതിനെ തടസ്സം നിൽക്കാൻ ഇന്ദ്രൻ നിൽക്കുന്നതിന് കാരണങ്ങൾ മനസ്സിലായി. പക്ഷേ ഈ ഖാണ്ഡവ വനം തന്നെ ഭക്ഷിക്കണമെന്ന് അങ്ങക്ക് എന്താണ് ഇത്ര നിർബന്ധം എന്ന കാര്യവും, ബ്രഹ്മദേവൻ നമ്മുടെ അടുത്തേക്ക് പറഞ്ഞയക്കാനുണ്ടായ കാര്യവും ഒന്ന് വിശദീകരിച്ച് എന്നാൽ കേൾക്കാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞ കൃഷ്ണാർജുനന്മാരോടായി അഗ്നിദേവൻ ഇപ്രകാരം പറഞ്ഞു: ഞാൻ
ഈ പ്രദേശം വളരെ മുമ്പ് ശോതകി എന്ന് പേരുള്ള ശ്രേഷ്ഠനായ ഒരു രാജാവ് ഭരിച്ചിരിക്കുകയും അദ്ദേഹത്തിൻ്റെ പ്രധാന കർത്തവ്യമെന്ന് പറയുന്നത് യാഗങ്ങൾ നടത്തുക എന്നതായിരുന്നു. അങ്ങനെ പല കാലഘട്ടങ്ങളിൽ അനേകം യാഗങ്ങൾ നടത്തിയ അദ്ദേഹത്തിന് യാഗകർമ്മങ്ങൾ ചെയ്തു കൊടുത്തിരുന്നത് ശ്രേഷ്ഠ ഋഷിവര്യന്മാരായിരുന്നു. അനേകം യാഗങ്ങൾ നടത്തി ആ യാഗശാലയിൽ നിന്ന് പുറപ്പെട്ട പുകയും അഗ്നിയും ഒക്കെ ഏറ്റ് ആ ഋഷിവര്യന്മാർ രോഗികളായി തീരുകയും തുടർന്ന് ഉള്ള ശോതകിയുടെ യാഗങ്ങൾക്ക് ഋഷിവര്യന്മാരാരും പങ്കെടുക്കാതെയുമായി. അങ്ങനെ യാഗങ്ങൾ തന്നെ വ്രതമാക്കിയ ശോതകി എന്ന മഹാരാജാവ് യാഗങ്ങൾ തുടരുന്നതിലേക്ക് വേണ്ടി ഇനി എന്താണ് വഴിയെന്ന് ആലോചിക്കുകയും അവസാനം മഹാദേവനെ തപസ് ചെയ്ത് പ്രസാദിപ്പിക്കുകയും പ്രത്യക്ഷനാക്കുകയും ചെയ്തു. പ്രത്യക്ഷനായ മഹാദേവനോടായി ശോതകി എന്ന രാജാവ് ആവശ്യപ്പെട്ടു, അല്ലയോ രുദ്രദേവ, അങ്ങേക്കറിയാവുന്നതാണല്ലോ എൻ്റെ താല്പര്യം എന്ന് പറയുന്നത് യാഗങ്ങൾ നടത്തുകയാണ്. ഇപ്പോൾ യാഗം നടത്താൻ ഋഷിവര്യന്മാരാരും എന്നോട് സഹകരിക്കുന്നില്ല. എനിക്ക് ആ യാഗങ്ങൾ തുടർന്നതിലേക്ക് വേണ്ടി എൻ്റെ യാഗങ്ങൾ അങ്ങ് തന്നെ നേരിട്ട് വന്ന് നടത്തിത്തരണം എന്നാവശ്യപ്പെടുകയും ഇത് കേട്ട മഹാദേവൻ മഹാരാജാവിനോടായി പറഞ്ഞു, ഹേ മഹാരാജാവേ, യാഗകർമ്മങ്ങൾ നടത്തുന്ന പ്രധാന ചുമതല ബ്രാഹ്മണർക്കുള്ളതാണ്. അത് ഞാൻ വന്ന് നടത്തിത്തരുന്നത് ഉചിതമല്ല. എന്തായാലും ഞാൻ അങ്ങേക്ക് ഒരു നിർദ്ദേശം നൽകാം. തുടർച്ചയായി അഗ്നിയിൽ അങ്ങ് നെയ്യ് ഒഴിച്ചുകൊണ്ടേയിരിക്കുമെങ്കിൽ, തുടർച്ചയായി 12 വർഷം അങ്ങേക്ക് അഗ്നിയിൽ നെയ്യ് ഒഴിക്കാൻ കഴിയുമെങ്കിൽ ഞാൻ ഒരു ബ്രാഹ്മണ ശ്രേഷ്ഠനെ അയച്ച് അങ്ങയുടെ യാഗങ്ങൾ തുടർന്ന് നടത്തിത്തരാം എന്ന് മഹാരാജാവിനോട് രുദ്രദേവൻ പറയുകയും അതുപ്രകാരം ഞാൻ, അതായത് അഗ്നിദേവൻ, തുടർച്ചയായി 12 വർഷം ബ്രഹ്മചര്യാവ്രതത്തോടു കൂടി അഗ്നിയിൽ ഇങ്ങനെ നെയ്യൊഴിച്ചു കൊടുക്കുകയും മഹാദേവൻ ഏറ്റ പ്രകാരം ധ്രുവാസാവ് എന്ന മഹാഋഷിയെ പറഞ്ഞയച്ച് തുടർന്ന് യാഗം നടത്തി കൊടുക്കുകയും ചെയ്തു. പക്ഷേ 12 വർഷം തുടർച്ചയായി അഗ്നി നെയ്യ് ഭക്ഷിച്ചതിനാൽ അഗ്നിക്ക് അജീർണം ബാധിക്കുകയും ഈ അജീർണം മാറ്റുന്നതിലേക്ക് വേണ്ടി എന്താണ് വഴി എന്നാലോചിച്ച് ബ്രഹ്മദേവനടുത്തെത്തി ബ്രഹ്മദേവനോട് ഉപദേശം ആരാഞ്ഞ അഗ്നിദേവനായ എനിക്ക് ബ്രഹ്മദേവൻ പറഞ്ഞു തന്നു, നീ ഖാണ്ഡഭവനത്തെ ഭക്ഷിക്കുകയാണെങ്കിൽ നിൻ്റെ അജീർണം മാറിക്കിട്ടുന്നതാണ് എന്ന്. അങ്ങനെയാണ് ഞാൻ ഖാണ്ഡഭവനത്തെ ഭക്ഷിക്കുന്നതിലേക്ക് വേണ്ടി എത്തിയതും അത് ഭക്ഷിക്കുന്ന സമയത്തെല്ലാം തക്ഷകൻ അവിടെ താമസിക്കുന്നതിനാൽ ഇന്ദ്രൻ എന്നെ തടസ്സപ്പെടുത്തിക്കൊണ്ടുവരുന്നു. അനേകം ഇങ്ങനെ തടസ്സങ്ങൾ ഏറ്റുവാങ്ങിയ ഞാൻ വീണ്ടും ബ്രഹ്മദേവനെ കണ്ട് എനിക്കിത് ഭക്ഷിക്കാൻ കഴിയുന്നില്ല, ഇതിന് തടസ്സം നിൽക്കുന്ന ഇന്ദ്രദേവനാണ്, അങ്ങ് തന്നെ എന്തെങ്കിലും ഇതിന് പരിഹാരം കണ്ടെത്തണമെന്ന് ആവശ്യപ്പെടുകയും അത് കേട്ടുകഴിഞ്ഞ ബ്രഹ്മദേവൻ എന്നോടായി പറഞ്ഞു, നീ അല്പം ക്ഷമിക്കുക, ഈ ഭൂമിയിൽ വീണ്ടും നരനാരായണന്മാർ മനുഷ്യരായി അവതരിക്കും, അവരുടെ സഹായത്തോടു കൂടിയേ നിനക്ക് ഖാണ്ഡഭവനത്തെ ഭക്ഷിക്കാൻ കഴിയൂ. ആ സന്ദർഭത്തിൽ ഞാൻ നിന്നെ അറിയിക്കാം, നീ അപ്പോൾ പോയി ഇത് ഖാണ്ഡഭവനത്തെ ഭക്ഷിച്ചുകൊള്ളുക എന്ന്. അങ്ങനെ ഞാൻ കാത്തിരിക്കുകയും ഇപ്പോൾ ബ്രഹ്മദേവൻ എന്നെ വിളിച്ച്, നരനാരായണന്മാർ മനുഷ്യരായി ഭൂമിയിൽ അവതരിച്ചിരിക്കുന്നു, അവരുടെ ഇപ്പോഴത്തെ നാമം കൃഷ്ണ അർജുന എന്നാണ്. ഇപ്പോൾ യമുനാതീരത്ത് തന്നെ അവർ ഉണ്ട്, നീ അവിടെ എത്തി അവരെ സഹായം സ്വീകരിച്ച് ഖാണ്ഡഭവനത്തെ ഭക്ഷിക്കുക എന്ന്. അത് പ്രകാരമാണ് ഞാൻ നിങ്ങളെ ഇപ്പോൾ സമീപിച്ചിരിക്കുന്നത് എന്ന് അഗ്നിദേവൻ പറയുകയും ഈ വിവരണങ്ങളെല്ലാം കേട്ടുകഴിഞ്ഞ കൃഷ്ണാർജുനന്മാർ അഗ്നിദേവനോട്, നമ്മൾ അങ്ങയെ
ഖാണ്ഡവനം ഭക്ഷിക്കുന്ന നിലയ്ക്ക് വേണ്ടി സഹായിക്കാം. പക്ഷേ ഒരു കാര്യം, യമുനാതീരത്ത് വിനോദത്തിനായി വന്ന നമ്മളുടെ കയ്യിൽ ആയുധങ്ങളൊന്നുമില്ല. പല രീതിയിലുള്ള എതിർപ്പുകളും ഈ ഖാണ്ഡവനം അങ്ങ് ഭക്ഷിക്കുമ്പോൾ ഉണ്ടാകും. അതിനെ ചേർത്ത് നിൽക്കുന്ന നിലയ്ക്ക് വേണ്ടിയുള്ള ആയുധങ്ങൾ അങ്ങ് തന്നെ നമുക്ക് നൽകേണ്ടതാണ് എന്ന് ആവശ്യപ്പെടുകയും, അതിനെന്ത് അങ്ങനെ ആകാമല്ലോ എന്ന് പറഞ്ഞ അഗ്നിദേവൻ ഉടൻ തന്നെ വരുണനെ ധ്യാനിക്കുകയും വരുണൻ അവിടെ പ്രത്യക്ഷനാവുകയും ചെയ്തു. അഗ്നിദേവൻ്റെ ആവശ്യപ്രകാരം വരുണൻ അർജുനന് ഗാന്ധീവമെന്ന വില്ല് നൽകുകയും അതിനോടൊപ്പം തുണീരവും, അതായത് അമ്പൊടുങ്ങാത്ത അവനാഴിയും അർജുനൻ നൽകി. ഈ ഗാന്ധീവത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ബ്രഹ്മദേവനാൽ നിർമ്മിക്കപ്പെട്ട ഗാന്ധീവം ഒരു അസ്ത്രം എയ്യുമ്പോൾ അത് 10ആയും 100ആയും പതിക്കുമ്പോൾ 1000ആയും തീരുന്ന പ്രത്യേകതയാണ് പ്രധാനമായും ഗാന്ധീവത്തിനുള്ളത്. മാത്രവുമല്ല, ഗാന്ധീവം കയ്യിരിക്കുന്നവൻ്റെ യശസ് നാൾക്ക് നാൾ ഉയർന്നുകൊണ്ടിരിക്കും. ഗാന്ധീവത്തിൽ നിന്ന് എയ്യുന്ന ഒരു അസ്ത്രത്തെ നേരിടുന്നതിലേക്ക് വേണ്ടി ഒരു യോദ്ധാവിനും കഴിയുന്നതുമല്ല. മാത്രവുമല്ല, ഗാന്ധീവത്തിൽ നിന്ന് പുറപ്പെടുന്ന അമ്പുകൾക്ക് ഏതായുധങ്ങളെയും നേരിടുന്നതിൽ കഴിയുകയും ചെയ്യും. അങ്ങനെ വിചിത്രമാവും വിശിഷ്ടവുമായ അനേകം ശ്രേഷ്ഠ ഗുണങ്ങളുള്ള ഈ വില്ല് ബ്രഹ്മദേവനാണ് നിർമ്മിച്ചത്. അത് ഇപ്പോൾ വരുണൻ അർജുനന് നൽകുകയും ഒരിക്കലും ഒടുങ്ങാത്ത അമ്പുകൾ എപ്പോഴും നിറഞ്ഞിരിക്കുന്ന അവനാഴിയും അതിനോടൊപ്പം അർജുനന് നൽകിയതിനു ശേഷം ആ വരുണദേവൻ തന്നെ ഏറ്റവും ശ്രേഷ്ഠമായ കൗമോദകി എന്ന ഗദ കൃഷ്ണൻ നൽകുകയും ആ ഗദയ്ക്കും ഇപ്രകാരം അനേകം ശ്രേഷ്ഠ ഗുണങ്ങളുണ്ട്. ആ ഗദയാൽ നേരിടുന്നതിലേക്ക് വേണ്ടി ഒരു യോദ്ധാവിനും സാധ്യമല്ല. എത്ര വലിയ അംഗങ്ങളുള്ള പടയായാലും നേരിടുന്നതിലേക്ക് വേണ്ടി ഈ ഒറ്റ ഗദയുടെ ആവശ്യമേ ഉള്ളൂ. അത്ര ശ്രേഷ്ഠ ഗുണങ്ങളുള്ള കൗമോദകി എന്ന ഗദ കൃഷ്ണൻ നൽകുകയും ഇതിനുശേഷം അഗ്നി സാക്ഷാൽ ചക്രായുധം തന്നെ കൃഷ്ണനെ ഏൽപ്പിക്കുകയും ചെയ്തു. ആ ചക്രായുധം കൃഷ്ണൻ പ്രയോഗിച്ചു കഴിഞ്ഞാൽ ഏതൊരു ശത്രുവിനെയും നിഗ്രഹിച്ചതിന് ശേഷം ആ ആയുധം തിരിച്ച് കൃഷ്ണൻ്റെ കയ്യിൽ തന്നെ എത്തും. അത്ര ശ്രേഷ്ഠമാണ് ചക്രായുധം. ഇതും കിട്ടി. അതിനോടൊപ്പം ഗാന്ധീവവും തൂണീരവും നൽകിയ വരുണദേവൻ തന്നെ ഒരു വിചിത്രമായ രഥവും അർജുനന് നൽകി. അങ്ങനെ ആയുധങ്ങളും വാഹനവുമൊക്കെ ലഭിച്ച കൃഷ്ണാർജുനന്മാർ ഇനി അങ്ങ് ധൈര്യമായി ഖാണ്ഡവനത്തെ ഭക്ഷിച്ചുകൊള്ളുക എന്ന് അഗ്നിദേവനെ അറിയിക്കുകയും അത് കേട്ട അഗ്നിദേവൻ തൻ്റെ സാക്ഷാൽ രൂപം വരുത്തി ഖാണ്ഡവനത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുകയും മധ്യത്തെത്തിയ അഗ്നി അവിടെ ഭയാനകമായി ജ്വലിക്കുകയും ഒരു അതിഗംഭീരമായ ശബ്ദത്തോടു കൂടി കാനനം അങ്ങനെ എരിഞ്ഞു തുടങ്ങുകയും ചെയ്തു. ഖാണ്ഡവനത്തിൻ്റെ എരിഞ്ഞു തുടങ്ങിയ ഭാഗത്തു നിന്നും പല പല പക്ഷികൾ ഇങ്ങനെ ആകാശത്തേക്ക് പറന്നു പോവുകയും അനേകം ജന്തുജാലങ്ങൾ പല ഭാഗത്തേക്കും ഇങ്ങനെ ഓടി അകലുകയും പലതും അതിനുള്ളിലേക്ക് ചത്തു വീഴുകയും ഒക്കെ ചെയ്തു. ഇതറിഞ്ഞ ഇന്ദ്രദേവൻ ഉടൻ തന്നെ ഘോരമായി മഴ വർഷിക്കാൻ ശ്രമിക്കുകയും ഈ സമയത്ത് ഗാന്ധീവത്തിൽ നിന്ന് അമ്പുകളെയ്ത് ഖാണ്ഡവനത്തിൻ്റെ മുകളിൽ അതിവിശാലമായ ഒരു കവചം അർജുനൻ അമ്പുകളാൽ തീർത്ത് ആകാശത്ത് തന്നെ മറയായി നിർത്തുകയും
മഴ എത്ര തന്നെ പെയ്തിറങ്ങിയാലും ഒരു തുള്ളി പോലും ഗാന്ധവവനത്തിലേക്ക് അകത്ത് വീഴാതെ ഗാന്ധവവനത്തിൻ്റെ പുറത്തേക്ക് വെള്ളമിങ്ങനെ ഒഴുകിപ്പോവുകയും ചെയ്യുന്ന അവസ്ഥ കണ്ടപ്പോൾ ഇന്ദ്രൻ ഇനി എന്താണ് മാർഗമെന്ന് ആലോചിക്കുകയും ഉള്ളിലുണ്ടായിരുന്ന അർജുനൻ്റെ, അതായത് ഇന്ദ്രദേവൻ്റെ പ്രിയ സുഹൃത്ത് തക്ഷകൻ അപ്പോൾ അവിടെ ഉണ്ടായിരുന്നില്ല. എങ്കിലും തക്ഷകൻ്റെ ഭാര്യയും പുത്രനും അവിടെ ഉണ്ടായിരിക്കുകയും തക്ഷകൻ്റെ ഭാര്യ മരിക്കുകയും പുത്രനെയെങ്കിലും എങ്ങനെയെങ്കിലും രക്ഷിക്കണം എന്നാഗ്രഹിച്ച ഇന്ദ്രൻ ഒരു നിമിഷം മായാജാലം കൊണ്ട് അർജുനനെ മോഹാലസ്യപ്പെടുത്തുകയും അർജുനൻ ഒരു നിമിഷം മോഹാലസ്യപ്പെട്ട സമയത്ത് തക്ഷകപുത്രൻ അശ്വസേനൻ അവിടെ നിന്ന് രക്ഷപ്പെടുകയും വീണ്ടും ഖാണ്ഡവവനം തുടർന്ന് എരിഞ്ഞുകൊണ്ടേയിരിക്കുകയും ഖാണ്ഡവവനത്തിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന തക്ഷകൻ്റെ മാളത്തിൽ, അതായത് ഗുഹയിൽ അപ്പോഴുണ്ടായിരുന്ന മയൻ എന്ന അസുരശില്പി എങ്ങനെയെങ്കിലും അവിടെ നിന്ന് രക്ഷപ്പെടുന്നതിലേക്ക് വേണ്ടി പുറത്തിറങ്ങി ഓടിയപ്പോൾ കൃഷ്ണൻ്റെ ചക്രായുധം അവനെ നേരിടുന്നത് കണ്ട് അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു വിധത്തിലും സാധ്യമല്ല എന്ന് മനസ്സിലാക്കിയ മയൻ അവസാനം അർജുനൻ്റെ മുമ്പ് വന്ന് സാഷ്ടാംഗം വീണ് എന്നെ രക്ഷിക്കണമേ എന്ന് അപേക്ഷിക്കുകയും ഈ സമയത്ത് കൃഷ്ണനോട് തന്നെ അർജുനൻ ചക്രായുധത്തെ തിരിച്ചു വിളിക്കാൻ പറയുകയും അതിനോടൊപ്പം അഗ്നിദേവനോട് മയനെ അങ്ങ് വെറുതെ വിടണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. ഇതൊക്കെ ആയപ്പോൾ ഏത് വിധത്തിലും ഖാണ്ഡവവനത്തിൻ്റെ പൂർണ്ണമായ എരിഞ്ഞടങ്ങൽ അനുവദിക്കാനാവില്ല എന്ന് നിശ്ചയിച്ച ഇന്ദ്രൻ ദേവസേനയുമായി കൃഷ്ണാർജുനന്മാർ ആരോട് യുദ്ധം ചെയ്യുന്നതിലേക്ക് വേണ്ടി എത്തുകയും ദേവസേന കൃഷ്ണാർജുനന്മാരെ നേരിട്ട് യുദ്ധം ചെയ്യുകയും ചെയ്തു. ഈ സമയത്ത് കൃഷ്ണൻ ഗാന്ധീവത്തിൽ നിന്ന് അങ്ങനെ അമ്പുകളെയ്യുകയും അവയെ നേരിടുന്നതിലേക്ക് വേണ്ടി ഇന്ദ്രൻ്റെ ദേവസേനയ്ക്ക് പോലും കഴിയാത്ത അവസ്ഥയുണ്ടാവുകയും അതിനോടൊപ്പം തന്നെ ഇന്ദ്രസേനയെ നിഷ്പ്രയാസം ഓടിക്കുന്നതിലേക്ക് വേണ്ടി കൗമോദകി എന്ന ഗത കൃഷ്ണൻ പ്രയോഗിക്കുകയും ഇതിലൊന്നുകൊണ്ടും പിടിച്ചു നിൽക്കാൻ ഇനി കഴിയില്ല എന്ന് ബോധ്യമായ ഇന്ദ്രൻ ഇനി ഒരു മാർഗമേ ഉള്ളൂ, അത് തൻ്റെ കയ്യിലുള്ള, അതായത് ഇന്ദ്ര ആയുധമായ വജ്രായുധം പ്രയോഗിക്കുക എന്ന അത് മാത്രമാണ് എന്ന് മനസ്സിലാക്കിയ ഇന്ദ്രൻ്റെ വജ്രായുധം കൃഷ്ണാർജുനന്മാർക്ക് നേരെ പ്രയോഗിക്കുകയും ആ സമയത്ത് കൃഷ്ണൻ ചക്രായുധം വജ്രായുധത്തിന് നേരെ പ്രയോഗിക്കുകയും ചെയ്തു. ചക്രായുധത്തെ നേരിടുന്നതിലേക്ക് വേണ്ടി വജ്രായുധത്തിന് കഴിയാതെ വജ്രായുധം പിൻവലിയുന്നത് കണ്ടപ്പോൾ ഇനി എന്താണ് മാർഗം എന്ന് ആലോചിച്ച് നിൽക്കുന്ന ഇന്ദ്രദേവന് അപ്പോൾ ഒരു അശരീരി കേൾക്കാനിടയായി. ഹേ ഇന്ദ്ര, നിനക്ക് കൃഷ്ണാർജുനന്മാരെ നേരിടുന്നതിലേക്ക് വേണ്ടിയോ പരാജയപ്പെടുത്തുന്നതിലേക്ക് വേണ്ടിയോ കഴിയില്ല. കാരണം അവർ നരനാരായണന്മാരാണ്. ആദിദേവനായ നരനും ആദിദേവനായ നാരായണനും ആദിപുരുഷനായ നരനും ഒരുമിച്ചിപ്പോൾ ഭൂമിയിൽ അവതരിച്ചിരിക്കുകയാണ്. അവരെ നേരിടുന്നതിലേക്ക് വേണ്ടി ഒരു കാരണവശാലും നിനക്ക് കഴിയില്ല, അവരെ തോൽപ്പിക്കാനും കഴിയില്ല എന്ന് അശരീരി കേൾക്കുകയും ഇനി ഈ ഖാണ്ഡവ വനത്തിൻ്റെ നാശം, അതായത് എരിയണമെന്നുള്ള അവസ്ഥ, അത് പ്രകൃതി നിയമമാണ്, ഈശ്വര നിശ്ചയമാണ്, അതിന് സംഭവിച്ചേ തീരൂ, ആയതിനാൽ നീ പിൻവലിയുക എന്ന് അശരീരി കേൾക്കുകയും ഇത് കേട്ടുകഴിഞ്ഞ ഇന്ദ്രൻ കൃഷ്ണാർജുനന്മാരുടെ മുന്നിൽ വന്ന് അവരെ അവിടെ സന്ധി ചെയ്ത് അവിടെ നിന്ന് യാത്രയാവുകയും ചെയ്തു. അങ്ങനെ ഇന്ദ്രനും പരിവാരങ്ങളും അവിടെ നിന്ന് പോയതിനു ശേഷം യാതൊരുവിധ എതിർപ്പുകളുമില്ലാതെ കൃഷ്ണാർജുനന്മാരുടെ സംരക്ഷണയിൽ അഗ്നി ഖാണ്ഡവവനത്തെ തുടർന്നും ഭക്ഷിച്ചുകൊണ്ടേയിരുന്നു. നീണ്ട 14 രാപകലുകൾ ഒരേപോലെ ഭക്ഷിച്ചതിന് ശേഷം മാത്രമാണ് ഖാണ്ഡവവനത്തെ
പൂർണ്ണമാക്കാൻ അഗ്നിദേവന് കഴിഞ്ഞത്. പ്രിയ സജ്ജനങ്ങളെ, ആ ഖാണ്ഡവനം വസിക്കുന്നതിനോടൊപ്പം ഇന്നത്തെ ഭാഗം ഞാനിവിടെ നിർത്തുന്നു. മഹാഭാരത കഥകളിൽ ആദ്യത്തെ ആദിപർവം എന്ന ശ്രേഷ്ഠവും വലുതുമായ ഏറ്റവും വലിയ ഭാഗം ഇന്ന് പൂർണ്ണമാവുകയാണ്. രണ്ടാം ഭാഗം അടുത്ത ഭാഗത്ത് ആരംഭിക്കും. 18 പർവ്വങ്ങളുള്ള ഈ മഹാഭാരതത്തിൽ ഏറ്റവും വലുതാണെങ്കിലും ആദിപർവം എന്ന ഒരു പർവ്വം മാത്രമേ തീർന്നിട്ടുള്ളൂ. ഇനി 17 പർവ്വങ്ങൾ കഥ തുടരുന്നതിലേക്ക് വേണ്ടിയുണ്ട്. അവയൊക്കെ സമയം പോലെ പറഞ്ഞു തരാൻ ശ്രമിക്കാം. തൽക്കാലം നിർത്തട്ടെ. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.